മലയാള സിനിമയിൽ ആദ്യമായി ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന വിശേഷണം നേടിയ നടിയാണ് ജയഭാരതി. ഏത് അറ്റം വരെയും ശരീര പ്രദർശനം കാണിക്കാൻ ജയഭാരതി മടിച്ചില്ല. പുനർജന്മത്തിലും ഇതാ ഇവിടെ വരെ എന്ന ചിത്രത്തിലും ഒക്കെ അർദ്ധനഗ്നയായി ജയഭാരതി അഭിനയിച്ചത് ചരിത്രം. ജയഭാരതിയെ അന്ന് ഒരുപാട് സോഫ്റ്റ് പോൺ മൂവീസ് ഇറങ്ങി. അങ്ങനെ ഒരുപാട് രതിനിർവേദം അടക്കമുള്ള ചിത്രങ്ങൾ, അതെല്ലാം മറ്റൊരു തലത്തിൽ പറഞ്ഞ ക്ലാസിക് ചിത്രങ്ങൾ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ജയഭാരതിക്ക് വലിയ മൈലേജ് ലഭിച്ചു. ജയഭാരതി മലയാളത്തിൽ കിരീടം വയ്ക്കാത്ത രാജ്ഞിയായി വാഴുമ്പോഴാണ് IV ശശി അവളുടെ രാവുകളിലൂടെ സീമയെ പരിചയപ്പെടുത്തുന്നത്. ശാന്തി എന്ന സീമയെ. സിനിമയിൽ എക്സ്ട്രാ നടിയായിരുന്നു ശാന്തി. ഡാൻസ് ഗ്രൂപ്പിലൊക്കെ അംഗമായിരുന്നു. ആ ശാന്തി സീമയായി അവളുടെ രാവുകളിലൂടെ എത്തിയപ്പോൾ ജയഭാരതിക്ക് ശക്തമായ തിരിച്ചടി നൽകി. പിന്നീട് അങ്ങോട്ട് സീമയുടെ യുഗമായിരുന്നു. ജയഭാരതിയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് സീമ മുന്നേറി. അവളുടെ രാവുകളിൽ സീമയുടെ തുടയഴക് വളരെ വ്യക്തമായി പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തു IV ശശി. സീമയുടെ തുടകൾ ഒരു കാലത്ത് മലയാള യുവാക്കളുടെ ഹൃദയം കവർന്നു. സ്വിമ്മിങ് സൂട്ട് അണിഞ്ഞൊക്കെ സീമ പ്രത്യക്ഷപ്പെട്ടു. ജയനും സീമയും തമ്മിലുള്ള ജോഡി, ജയൻ സീമ ജോഡി അക്കാലത്ത് വളരെ പ്രശസ്തമായിരുന്നു. അനുപല്ലവി എന്ന ചിത്രത്തിൽ നവമി ചന്ദ്രികയിൽ എന്ന പാട്ടിനൊപ്പം സ്വിമ്മിങ് സൂട്ടണിഞ്ഞ് ജയനോടൊപ്പം നൃത്തമാകൊണ്ടുന്ന സീമയെ കണ്ട് പ്രേക്ഷകർ കോരിത്തരിച്ചു. ജയഭാരതി ക്ലീൻ ബൗൾഡായി മാറുകയായിരുന്നു. സീമ രംഗത്തെത്തിയതിനു ശേഷം ജയഭാരതിക്ക് ശരീര പ്രദർശനം നടത്തേണ്ട ചിത്രങ്ങളൊന്നും ലഭിച്ചില്ല. അവർ സ്വാഭാവികമായും ക്യാരക്ടർ വേഷങ്ങളിലേക്ക് തിരിഞ്ഞു. മാത്രമല്ല, ജയഭാരതി സീമയുടെ വരവിൽ പരാജയപ്പെടുകയും ചെയ്തു. സീമ വരുന്നതിന് മുമ്പ് വരെ ജയഭാരതി കിരീടം വയ്ക്കാത്ത രാജ്ഞി തന്നെയായിരുന്നു. ജയഭാരതിയെ ചുറ്റിപ്പറ്റി ഒരുപാട് പ്രോജക്റ്റുകൾ വന്നു. പക്ഷേ സീമ വന്നു കഴിഞ്ഞപ്പോൾ സീമയുടെ തുടയഴക് കൊണ്ട് മലയാള പ്രേക്ഷകരെ സീമ തന്നിലേക്ക് അടുപ്പിച്ചപ്പോൾ ജയഭാരതിക്ക് കുലീന സ്ത്രീയുടെ റോളുകൾ അണിയേണ്ടി വന്നു. ജയഭാരതി ചെയ്യേണ്ട റോളുകൾ പലതും സീമ തട്ടിയെടുത്തു. മാത്രമല്ല, നന്നായി നൃത്തം ചെയ്യാൻ അറിയാമായിരുന്നു സീമയ്ക്ക്. വെസ്റ്റേൺ ഡാൻസ്, പാശ്ചാത്യ നൃത്തം, അത് ജയഭാരതിയെക്കാളും നന്നായി ചെയ്യാൻ സീമയ്ക്ക് അറിയാമായിരുന്നു. തടവറ അടക്കമുള്ള ചിത്രങ്ങളിലൊക്കെ സീമയുടെ വെസ്റ്റേൺ ചുവടുകൾ, പാശ്ചാത്യ നൃത്ത ചുവടുകൾ പ്രേക്ഷകരുടെ ഹൃദയം കവർന്നു. തടവറ, അനുപല്ലവി, അങ്ങാടി തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ ജയൻ്റെ നായികയായി സീമ പ്രതിഷ്ഠിക്കപ്പെട്ടു. ജയനും സീമയും തമ്മിൽ പ്രണയത്തിലാണെന്ന ഗോസിപ്പ് വരെ അക്കാലത്ത് പരന്നു. അതൊക്കെ ഇപ്പോൾ കള്ളമാണെന്ന് തെളിഞ്ഞു. എന്തായാലും ജയൻ സീമ ജോഡി നസീർ ഷീല ജോഡികളെ പോലെ തന്നെ നസീർ ഷീല ജോഡികളുണ്ടായിട്ടുണ്ട്, നസീർ ജയഭാരതി ജോഡികളുണ്ടായിട്ടുണ്ട്. ഈ ജോഡികളെല്ലാം പ്രേക്ഷകരുടെ ഹൃദയം കവർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജയൻ സീമ ജോഡിയും പ്രേക്ഷകരുടെ ഹൃദയം കവർന്നു. കാലം മാറിയപ്പോൾ സീമ തൻ്റെ കഥാപാത്രങ്ങളെ സ്വീകരിക്കുന്ന രീതിയും മാറി. IV ശശിയെ വിവാഹം കഴിച്ച ശേഷം സീമ രതിരംഗങ്ങളിൽ അഭിനയിച്ചില്ല. പകരം അവർ ക്യാരക്ടർ റോളുകൾ സ്വീകരിച്ചു. അവരുടെ ക്യാരക്ടർ റോളുകൾ മലയാളികൾ സ്വീകരിക്കുകയും ചെയ്തു. കാരണം അവർ അസാധ്യമായ പ്രകടനമാണ് ആരൂഢത്തിലും ആൾക്കൂട്ടത്തിൽ തനിയെ തുടങ്ങിയ ചിത്രങ്ങളിലും ഒക്കെ കാഴ്ചവെച്ചത്. പല പ്രാവശ്യം മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് സീമയെ തേടിയെത്തി. സീമ ഒരുപാട് ദൂരം മുന്നോട്ട് പോയപ്പോൾ ജയഭാരതിക്ക് പിന്നോട്ട് പോകേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ സീമയും ജയഭാരതിയും കളിക്കളത്തിലുണ്ട്. പക്ഷേ അവർക്ക് റോളുകൾ കുറവാണ് എന്ന് മാത്രം. പുതിയ തലമുറകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പണ്ടത്തെ പോലെ തുടകാട്ടിയാലും മാറടം കാട്ടിയാലും ഒന്നും പ്രേക്ഷകർക്ക് പുതുമയല്ല. കാരണം തുടകാട്ടിയും മാറടം കാട്ടിയും ഒക്കെ ഒരുപാട് യുവനടികൾ ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യക്ഷപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കാലം മാറിയിരിക്കുന്നു. ലിപ് ലോക്ക് അടക്കമുള്ള സെക്സ് രംഗങ്ങളൊക്കെ ഇപ്പോൾ സിനിമയിൽ സജീവമായി മാറിയിരിക്കുന്നു. സീമയും ജയഭാരതിയും അന്ന് തുടകളും മാറടങ്ങളും ഒക്കെ കാട്ടിയപ്പോൾ അതൊരു പുതുമയായിരുന്നു. ഇപ്പോൾ അതിൽ ഒരു പുതുമയുമില്ല. എങ്കിലും ഇന്നത്തെ പ്രേക്ഷകർ പഴയ ചിത്രങ്ങൾ കണ്ടു നോക്കണം. പഴയ ചിത്രങ്ങളുടെ ചരിത്രമെടുക്കുമ്പോൾ ജയഭാരതിയുടെ പടയോട്ടത്തെ തകർത്ത് തരിപ്പണമാക്കിയത് വേറാരുമല്ല, സീമയുടെ വരവാണ്. അത് മലയാള സിനിമയിലെ അറിയപ്പെടാത്ത രഹസ്യവുമാണ്.